മേശവരിയേ, അയ്യോ മേശരിയേ. ജോണി മേശരിയേ, എന്തോ ബലൂൺ ഊതി വീർപ്പിച്ച് കളിക്കുവാന്നോ? ഇത് ബലൂൺ അല്ല, പിന്നെന്തുവാ? ചുറ്റേക്ക് അടിച്ചപ്പോ അടി മാറിക്കൊണ്ടതാ. അയ്യോടാ, നോക്കട്ടെ. അയ്യോ വേദന ഉണ്ടല്ലോ. അതുകൊണ്ടല്ല, പിന്നെ ഞാൻ മൂക്കിലിട്ട് കറക്കുന്ന വിരലാന്നും പറഞ്ഞ് എന്റെ പെണ്ണുമ്പുള്ള പോലും ഈ വിരലി തുറത്തില്ല. എന്റെ പൊന്നു മേശരി, എന്നാലും ഭാഗ്യമുണ്ട് കേട്ടോ. ഈ വിരലി തൊട്ടനാ? അതല്ല, ഈ വിരല് മൂക്കിനകത്തിരുന്ന ഇത്രയും വീർത്തിരുന്നെങ്കില് എങ്ങനെ ഊതി വീർപ്പിച്ചേന്. ഞാൻ എന്റെ പെണ്ണുമ്പുള്ളെ കൊണ്ട് മറ്റേ മൂക്കിലൂടെ ഊതിപ്പിച്ച് കാറ്റ് കയറ്റും. മനസ്സിലായ? ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നത്? നേരെ 2 മാസമായിട്ട് ഞാൻ സാധനം തന്നായിരുന്നു, അത് മേടിക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ അതായിരുന്നോ? എന്റെ പൊന്ന് വാക്കത്തി, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ചുറ്റികയെടുത്ത് 2 അടി അടിച്ചു കഴിഞ്ഞാൽ വാസന്തി റെഡി. അയ്യോ അങ്ങനല്ലല്ലേ എന്റെ പൊന്ന് വാസന്തി, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ചുറ്റികയെടുത്ത് 2 അടി അടിച്ചു കഴിഞ്ഞാൽ വാക്കത്തി റെഡി. ഇപ്പൊ കറക്റ്റ് അല്ലേ? 2 മാസമായി തന്നിട്ട് ഇതുവരെ എന്തായിരുന്നു? വാക്കത്തി അങ്ങോട്ട് പൊങ്ങത്തില്ലായിരുന്നു. അതെ, സംഭവം എന്താണെന്നറിയാവോ? വീട്ടിൽ കുരുമുളക് പൊടി ഇല്ലായിരുന്നു. അതും ഇതും തമ്മിലുള്ള എന്തുവാടേ? അത് മേടിച്ചു കൊടുക്കാത്തോണ്ട് പെണ്ണുമ്പിള്ള ഈ കൈ പിടിച്ചോടിച്ച്. ഇന്നലെയാണ് പ്ലാസ്റ്റർ എടുത്തത്. അപ്പം താണ്ട് അടുത്ത് ഇതും കൂടെ വന്നു. അപ്പൊ എന്റെ കത്തിയോ? അതൊക്കെ പോട്ട് ഇപ്പൊ എന്തിനാ ഈ അർജന്റായിട്ട് ഈ കത്തി വേണ്ടത്? തട്ടാൻ. കൊല്ലൻ. അത് ഇയാള്. എനിക്കൊരാളെ തട്ടാൻ. ആരെ? എന്റെ ഭർത്താവിന്. എന്തിന്? ജോണിക്കറിയാവോ? അറിയാം. എന്തുവാ? മറ്റേ പനി വരുമ്പോ കുടിക്കുന്ന സാധനമില്ലേ? അത് ടോണിക്ക്. ജോണി മേശരിക്കറിയാവോ? മേശരിക്കറിയാവോ? എനിക്കറിയത്തില്ല. എന്റെ വിഷമം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായി സമാധാനം എന്തുവന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വേറെ ആരുടെയും കൂടെ ഒളിച്ചോടി പോയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചതാ. വസന്തി, എന്തോ പറഞ്ഞു വന്ന റൂട്ട് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാനൊന്ന് ചോദിക്കുവാ, എന്തുവാ ഈ പറഞ്ഞത് വിഷമമാണോ അതോ ക്ഷണമാണോ? വിഷമം. ഭർത്താവിനെ കൊല്ലാൻ നടക്കുന്നത് അതല്ല, എന്തോ അങ്ങനെ കുടിച്ചിട്ടാ വീട്ടിൽ വരുന്നത്. കുടിച്ചിട്ട് വരാൻ പുള്ളി എന്തോന്നു കുഴിയാനെയോ? കുഴിച്ചിട്ടല്ലെന്നല്ല, കുടിച്ചിട്ടാ വരുന്നത്. എന്നിട്ട് ഒരു ദിവസം വന്നേച്ച് അങ്ങനെ ഈ 32 പല്ല് അടിച്ച് താഴെ ഇട്ടു. എന്നിട്ടൊരു വെപ്പ് പല്ല് മേടിച്ചു വെക്കാൻ പോലും കാശ് അങ്ങനെ തന്നില്ലെന്ന്. എന്നിട്ട് വെപ്പ് പല്ലുണ്ടല്ലേ? അയ്യോ, ഇത് വെപ്പ് പല്ലല്ല, വെളുത്തുള്ളി ഡിസൈൻ ചെയ്ത് ഒട്ടിച്ചു വെച്ചേക്കുന്നതാ. അപ്പൊ ഇവിടുന്നായിരുന്നു ഇത്? ഞാൻ മേടിച്ച അപ്പുറത്തെ വീട്ടിൽ രസം ഉണ്ടാക്കുവന്നു. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കല്യാണം കഴിച്ചതിന് ശേഷം ഇതുവരെ നിങ്ങൾ സ്നേഹമായിട്ട് പെരുമാറിയിട്ടില്ലേ? എന്നും വരുമ്പം 5 മുഴം മുല്ലപ്പൂവായിട്ടാ വരുന്നത്. വന്നിട്ട് അത് കൊണ്ടുവന്ന് കട്ടളപ്പടിയിലോട്ട് വെക്കും. ഇങ്ങനെ കാണിക്കും. എങ്ങനെ? ഇങ്ങനെ കാണിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലും, അതെടുക്കാൻ പറയും. ഞാൻ അതെടുക്കാൻ അങ്ങോട്ട് കുനിയും. അന്നേരം ആ കാലൻ ഇടി തുടങ്ങുന്നു. മുതുകാല അവന് മുതുകത്തിരിക്കാൻ കണ്ട സമയം. എന്റെ പൊന്നു മേശരി, ഒരു കലാകാരിയാണെന്നുള്ള ഒരു പരിഗണന അയാൾ എനിക്ക് ഇതുവരെ തന്നിട്ടില്ല. കലാകാരിയാണോ? പിന്നെ 6 മാസം ഞാൻ സംഗീതം പഠിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ എന്ത് നിർത്തിക്കളഞ്ഞത്? ആ മാഷ് വീസി ചോദിച്ചു, ഞാനങ്ങ് നിർത്തി. അതുകൊണ്ട് മേശരി എന്റെ കൂടെ നിക്കണം. എത്രയും പെട്ടെന്ന് പിടിക്കുള്ള സെറ്റപ്പ് ചെയ്യും. ഇത് വന്നപ്പോഴേ പറയണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പെണ്ണുമായിട്ട് ഞാൻ ഇങ്ങനെ. എന്നാലും കുഴപ്പമില്ല, വന്ന് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ വെച്ചോണ്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ? അതുകൊണ്ട് തുടങ്ങാം. ഇത് കൊള്ളാം. തുടങ്ങിയാലോ? എന്താ ശരി? അല്ല, കുടിക്കുള്ള കാര്യം സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞ്. കുടിക്കല്ല, ഇതിന്റെ പിടിക്കെന്നാ പറഞ്ഞത്. അതായിരുന്നു. പിന്നെ ഈ കുടിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല, അതുപോലെ കൈ മദ്യം കരുതുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. അന്നേരം എനിക്കൊരു ഭ്രാന്താ. ഞാൻ അങ്ങനെയുള്ളവരെ അരിഞ്ഞരിഞ്ഞരിഞ്ഞു കൊല്ലും. അതിന് എന്റെ കൈ മദ്യക്കുപ്പി ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ മേശരുടെ മദ്യക്കുപ്പി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നില്ലേ? ഇത് എളുപ്പം നന്നാക്ക. നാളെ ശരിയാക്കി തരാം. നാളെ ശരിയാക്കാം. പറ്റത്തില്ല, ഇപ്പൊ തന്നെ വേണം. അല്ലെന്ന് ഇപ്പം ഇരുന്ന് അങ്ങനെ ശരിയാക്കാനുള്ള ഒരു പരുവത്തിലല്ലേ ഞാൻ നിൽക്കുന്നത്. അല്ലല്ല, ഇപ്പൊ തന്നെ വേണം. നാളെയാ വിട്ടെന്ന് അരിഞ്ഞാൻ തല. എന്തോ മേശരി ഒരു സൗണ്ട് കേട്ട്? മേശരിയെ, എന്നെ പറ്റി അറിയാത്തത് കൊണ്ടാ. എന്റെ ജീവിതത്തിന്റെ പുറംപാടുകളിൽ ഒരുപാട് ചോര കഥകളുണ്ട്.
എന്റെയും. പക്ഷേ ഭയങ്കര നീറ്റലാ മേശരി എന്റെ നെഞ്ചത്ത്. എനിക്ക് നീറ്റല് തുടങ്ങി വരുന്നതേ ഉള്ളു. ആ കണ്ട മേശരിക്ക് ഈ മദ്യപാനം കൊണ്ട് ഒരുപാട് ദൂഷ്യഫലങ്ങൾ ഉണ്ടായിട്ടില്ലേ? പിന്നില്ലേ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ അപ്പൊ ഇതൊന്നും തടയാൻ മേശരിക്ക് ആരുമില്ലായിരുന്നോ? ഒരു പാളക്കരയിൽ നിക്കർ വിചാരിച്ച എത്രയും ചെല്ലി തടയാൻ പറ്റും? എന്റെ പൊന്നു മേശരി, കുലിക്കല്ലേ കുലിക്കല്ലേ. എന്നെ ഒരു പെങ്ങളായിട്ട് കണ്ടിട്ട് മേശരി ഇതിനൊരു കാര്യം പറ മേശരി. എന്തുവായി പൊഴിയുന്നേ? പൊഴിയുന്നതിനകത്തോടൊന്നും നോക്കണ്ട മേശരി. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. എന്തുവാ? ഈ മദ്യക്കുപ്പി എന്നത് പുതുതലമുറയെ നശിപ്പിക്കും മേശരി. ഒരു മദ്യക്കുപ്പി കാരണം ഇനി എനിക്ക് തലമുറയുണ്ടാകുമോ എന്നാണ് എന്റെ പേടി. മേശരി രാധിക ചേച്ചിയുടെ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഞാനാണ്. ഞാൻ ഗജാൻജി. കാരണം എന്താ അറിയോ, ഞങ്ങൾക്ക് ചേച്ചീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടനെ ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, ചേട്ടനടുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഐ ലവ് യു ആണ്. പക്ഷെ വേണ്ട, പക്ഷെ ചേച്ചിയാണ് ഞാൻ കയ്യിലേക്ക്. അല്ലല്ല പറയാ ചോദിക്കണ്ട, ഇതൊരു പ്രസ്താവനയാണോ ക്ഷണമാണോ ചോദിക്കണം. വേണ്ട, എനിക്ക് അത്യാവശ്യം രാഗാനൊക്കെ അറിയാം. കാരണം എന്താ അറിയോ, ചേച്ചിയുടെ ചില ഗസ്റ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. കിട്ടിലാണ്. എവിടെ സ്ഥലം എവിടെയാ? അടൂര്, പത്തനംതിട്ട ജില്ല. പക്ഷെ വർത്താനം പറയുമ്പോ ഭയങ്കര സ്വീറ്റും ആ സ്കിറ്റ് അങ്ങ് തുടങ്ങി കഴിയുമ്പോ ആളെ അങ്ങ് മാറും. ചേച്ചിയുടെ ഡയലോഗ് ഡെലിവറി നല്ല രസമുണ്ട്. നല്ല സ്മൂത്ത് ആക്ഷൻ കേട്ടാ ചേച്ചി വേറൊരു ആള് തന്നെയാണ്. അതാണ് സൂപ്പർ. ഇതില് ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് പഞ്ചസ് കുറവായിരുന്നു. പഞ്ചസ് ഇല്ലാന്ന് പറയില്ല, പഞ്ചസ് കുറവായിരുന്നു. പക്ഷെ നമ്മളുടെ ബാറ്ററി എന്തായാലും ചാർജ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മളതുപോലെ എന്തായാലും അല്ല, നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് സമയം പോവാണ്ടായിരുന്നു. നമുക്ക് അത്ര സമയമില്ല. നമുക്ക് 8 മിനിറ്റിന്റെ ഉള്ളില് സ്കിറ്റ് തീർക്കണം, എന്നാ ചിരിപ്പിക്കും വേണം. അപ്പോഴാണ് അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് നോക്കിയിട്ട് വരണം. ഓക്കെ, ഞാനും എനിക്ക് തോന്നുന്നു ഞാനും ഡേനയും പെട്ടെന്ന് കണക്ട് ചെയ്തത് ഇവര് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോ കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു. അവിടെ നിന്ന് ഇനി ഉണ്ടാവും വിചാരിച്ചിട്ടായിരുന്നു. ഡ്രാമ ആർട്ടിസ്റ്റ് അല്ല ചേച്ചിക്ക് സിനിമയിലൊക്കെ നല്ല ഭാവി ഉണ്ട് കേട്ടോ. ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി എനിക്ക്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ആദ്യം ഉണ്ട്, ചോദിച്ചു. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഓ യെസ്. ഏതാ സിനിമയുടെ പേര് പറയാം? അടിപൊളി എന്നും പറഞ്ഞ കലാധരൻ സാറിന്റെ, അടൂർ കലാധരൻ സാറ് പഴയ അദ്ദേഹത്തിന്റെ ആയിരുന്നു. സുരേഷ് മാമ്പഴെ കുറിച്ച് പറയണ്ട. അല്ല, അത് ഞാൻ പറയാൻ ചേട്ടനൊക്കെ നമ്മള് പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. സുരേഷിന്റെ പെർഫോമൻസ് കുറച്ച് ഡള്ളായിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നുന്നു എവിടെയോ ചേച്ചീന് മറ്റേ എന്താ പറയാ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ആ ഒരു സപ്പോർട്ട് കൊടുത്തതാണ്. അത് വേണ്ട. കോമ്പറ്റീഷനിൽ നമ്മൾ രണ്ടാളും കട്ടയ്ക്ക് നിന്നിട്ട് നമ്മൾ പെർഫോം ചെയ്യണം. ഓക്കെ, ചിരിപ്പിക്കണം ഇനി. യെസ്, വെരി ഗുഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടല്ലോ? ഓക്കെ അല്ലേ? എങ്കിൽ ഇവിടെ ഈ പെർഫോമൻസിന്റെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കാം. ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, ₹50,000 ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ. ഇനിയും വരണം, പെർഫോം ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ പൈസ അപ്പം തന്നെ തരുവാണ്. യെസ്, ഇതാ 1 2 അതിനുണ്ട്. ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്തായാലും ഫോണിൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇനിയും കാണാം. ഒന്ന് ശക്തിയിൽ തന്നെ. പിന്നെ അല്ല, ഓൾ ദി ബെസ്റ്റ്.